എങ്ങനെയാണ് തിരുമുഖത്തെ വണങ്ങേണ്ടത്? അല്ലേ? നമ്മള് തിരുമുഖത്തെ വണങ്ങേണ്ടത് എങ്ങനെയാണ്? വിളക്കന്നൂര് പോയി ഫോട്ടോ എടുത്തിട്ടാണോ? എങ്ങനെയാണ് തിരുമുഖ ഭക്തി പരിശീലിക്കേണ്ടത് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളോടാണ് ഈശോ തിരുമുഖ ഭക്തിയെ കുറിച്ച് സംസാരിച്ചതായി സഭാചരിത്രത്തിലുള്ളത്. അതിൽ ഒരാളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തുടങ്ങി. മറ്റൊരാളുടെ, ഒരു വാഴ്ത്തപ്പെട്ട ഒരു കന്യാസ്ത്രീയുടെ കാര്യം ഇന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് തിരുമുഖത്തെ വണങ്ങേണ്ടത് എന്നതിന്റെ ഒരു ഗോൾഡൻ ആരോ പ്രയർ ഈശോ എളുപ്പമായിട്ടുള്ള വലിയൊരു കാര്യമൊന്നുമില്ല, എളുപ്പമുള്ളൊരു പ്രയറാണ്. ഏറ്റവും പരിശുദ്ധവും നിർമ്മലവും ആരാധ്യവും എന്ത് പ്രാർത്ഥനയാണ് ഈ തിരുമുഖത്തെ നോക്കി ചൊല്ലേണ്ടത് എന്നാണ് ഈ സിസ്റ്ററിനോട്, സിസ്റ്റർ മേരി ഓഫ് സെന്റ് പീറ്ററിനോട് മാർച്ച് മാസം 12-ാം തീയതി 1844 മാർച്ച് മാസം 16-ാം തീയതി സിസ്റ്റർ മേരിയോട് ഈശോ പറഞ്ഞു, ഓ ദൈവദൂഷണത്തിന് പ്രാശ്ചിത്തമായി ദൈവനാമം സുസ്ത്യർഹമാണെന്ന് ഒരിക്കലെങ്കിലും പറയുന്നതിലൂടെ നീ എത്ര വലിയ യോഗ്യതയാണ് നേടുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആളുകൾ ചെയ്യുന്ന ദൈവദൂഷണത്തിന് പരിഹാരമായി നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവദൂഷണത്തിന് പരിഹാരമായി നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ദൈവനാമം സുസ്ത്യർഹമാണ്. കയ്യടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ടാണ് യേശുനാമ പ്രാർത്ഥനയും തിരുമുഖ ഭക്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് അച്ഛൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചത്. ദൈവനാമം പരിശുദ്ധമാണ്, ദൈവനാമം പരിശുദ്ധമാണ് എന്ന് ഈശോയുടെ തിരുമുഖത്തെ നോക്കി പറയുക, അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിച്ച് പറയുന്നത് വഴി നമ്മൾ തിരുമുഖ ഭക്തിയാണ് അഭ്യസിക്കുന്നത്. ഈശോയെ എന്ന് വിളിക്കുന്നത് വഴി നമ്മൾ ഒരാളുടെ പേര് വിളിക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്താണുള്ളത്? ഒരാളുടെ പേര് വിളിക്കുമ്പോ അച്ഛനെ അമ്മിച്ച് അച്ഛനെ വിളിക്കുകയാണെന്ന് വിചാരിക്കേ, അപ്സമ്മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെന്ന് വിചാരിക്കും. അമ്മിച്ചയുടെ മനസ്സിൽ ആരുടെ മുഖമാണുള്ളത്? അച്ഛന്റെ ചേട്ടന്റെ മുഖം മനസ്സിൽ വെച്ചിട്ടാണോ അച്ഛന്റെ മുഖം വിളിക്കുന്നത്? അല്ല, ആണോ? അച്ഛന്റെ ചേട്ടന്റെ പേര് ഫ്രാൻസിൻ അച്ഛൻ എന്നാണ്, തൊട്ട് മൂത്ത ചേട്ടനും അച്ഛനാണ്. അപ്പൊ ചില